ഹായ് ഗുഡ് ഈവനിങ്, വെൽക്കം ടു AD24 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ജൂലൈ ടു സെപ്റ്റംബർ മാസമാണ് ആ ഒരു കാലയളവ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആനുവൽ കലണ്ടറിൽ. അപ്പോൾ സെപ്റ്റംബർ മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി എപ്പോഴും വേണമെങ്കിലും നമുക്ക് NTPC നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഈഗർലി നിങ്ങൾ വെയിറ്റിംഗ് ആണല്ലേ NTPCയുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടും. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പോസ്റ്റ് വൈസ് സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കാം. ഓരോ പോസ്റ്റ് നമുക്കറിയാം ലെവൽ 2 to 6 വരെ വരുന്ന പോസ്റ്റുകളാണ് RRB NTPCക്ക് അകത്ത് വരുന്നത്. അപ്പൊ അതില് പോസ്റ്റ് വൈസ് സെലക്ഷൻ പ്രോസസ്സ് നല്ല വ്യക്തിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പോസ്റ്റ് വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പോസ്റ്റുകളാണ് അതിനകത്ത് വരിക. അതായത് ലെവൽ 2 to ലെവൽ 6 വരെ വരുന്നതാണ്. ലെവൽ 2-ലാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ, ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, നമുക്ക് ട്രെയിൻസ് ക്ലർക്ക് വരെയാണ് ലെവൽ 2 കേട്ടോ. ട്രെയിൻസ് ക്ലർക്ക് വരെയാണ് ലെവൽ 2. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലെവൽ 2-നകത്ത് വരുന്നത്. ഇനി ലെവൽ 3 ആണെങ്കിൽ നമുക്ക് ആകെ ഒരെണ്ണേ വരുന്നുള്ളൂ, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മാത്രം. ഇനി ട്രാഫിക് അസിസ്റ്റന്റ് ആണെങ്കിൽ അത് ലെവൽ 4, ഒരൊറ്റ പോസ്റ്റ് മാത്രമേ ലെവൽ 4-നകത്ത് വരുന്നുള്ളൂ. പിന്നെ ലെവൽ 5-നാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ കാര്യങ്ങൾ വരിക. അതിൽ ഗുഡ്സ് ഗാർഡ് ഉണ്ട്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ സീനിയർ ടൈം കീപ്പർ ഉണ്ട്. ഇത് ഇത്രയും ലെവൽ 5-നകത്ത് വരുന്ന പോസ്റ്റുകളാണ്. ഇനി കൊമേഴ്ഷ്യൽ അപ്രന്റൈസും അതുപോലെ നമുക്ക് വരുന്ന സ്റ്റേഷൻ മാസ്റ്ററും നമ്മുടെ ലെവൽ 6-നകത്ത് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ സാലറി വരുന്ന ഇതാണ് ലെവൽ 6 എന്ന് പറയുന്നത്. ഏകദേശം 35,000 ആണ് ബേസിക് പേ പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് 19,000 തൊട്ടാണ് നമ്മുടെ ഈ ഒരു ഗ്രോസ് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ എല്ലാ പോസ്റ്റുകൾക്കും കൂടി CBT 1 ഒരൊറ്റ പരീക്ഷ കാണത്തുള്ളൂ. ഇനി CBT 2 ഓരോ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. ഇപ്പോൾ ലെവൽ 2ഉം ലെവൽ 5ഉം കൂടെ ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കാം, ലെവൽ 3 പ്രത്യേകമായിരിക്കാം. അങ്ങനെയാണ് നമുക്ക് എക്സാംസ് CBT 2-ന് കണ്ടക്ട് ചെയ്തത്. അതായത് ഇപ്പോൾ കോമൺ ഫോർ ഓൾ ലെവൽ 2 പോസ്റ്റുകൾ, ഇത്രയും പോസ്റ്റുകൾ, അതിപ്പോൾ ലെവൽ 2 ഇന്നാണ് നിങ്ങൾക്ക് എക്സാം എന്നുണ്ടെങ്കിൽ അത് ഓരോ ലെവലും നമുക്ക് ഓരോ ദിവസമായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ വരിക. ചിലപ്പോൾ 2 ലെവലൊക്കെ ഒരുമിച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലെവൽ 2-ന്റെ പോസ്റ്റുകൾക്കെല്ലാം സെക്കൻഡ് സ്റ്റേജ് ഇതെല്ലാത്തിനും കൂടെ ഒരുമിച്ചായിരിക്കും എക്സാം. ലെവൽ 3 പോസ്റ്റുകൾക്ക് ഒരൊറ്റ പരീക്ഷയാണ്, അത് പ്രത്യേകമായിരിക്കും. ലെവൽ 4 പോസ്റ്റുകൾക്കും ലെവൽ 4ഉം ലെവൽ 6ഉം കൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ലെവൽ 5 ഐ തിങ്ക് ലെവൽ 5ഉം ലെവൽ 2ഉം കൂടെ ആണെന്ന് തോന്നുന്നു ഒരു ദിവസം വന്നിട്ടുള്ളത്. ലെവൽ 3 പ്രത്യേകമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ആണ് നമുക്ക് ഈ ഒരു CBTയുടെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അപ്പൊ ലെവൽ 4 പ്രത്യേകിച്ചാണ് നടത്തുന്നത്. ലെവൽ 5 എന്ന് പറയുമ്പോൾ ഇത്രയും പോസ്റ്റുകൾക്ക്, അതായത് നമുക്ക് ഗുഡ്സ് ഗാർഡ് തൊട്ട് സീനിയർ ടൈം കീപ്പർ വരെയുള്ള പോസ്റ്റുകൾക്ക് ഒറ്റ പരീക്ഷയായിരിക്കും CBT 2-ക്കകത്ത് വരിക. ലെവൽ 6 ആണെന്നുണ്ടെങ്കിൽ ഈ 2 പോസ്റ്റുകൾക്കും കൂടെ ഒറ്റ പരീക്ഷയായിരിക്കും. ഒറ്റ പരീക്ഷ എന്ന് ഉദ്ദേശിച്ചത് CBT 2-ന്റെ കാര്യം മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കിൽ ടെസ്റ്റ് ആണ്. CBT 2 പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സ്കിൽ ടെസ്റ്റ് ആണ്. അതിൽ കൊമേഴ്ഷ്യൽ അപ്രന്റീസും അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ വരുന്നതിൽ, അതായത് ലെവൽ 6 പോസ്റ്റ് വരുന്ന സ്റ്റേഷൻ മാസ്റ്ററിന് CBAT ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇനി കൊമേഴ്ഷ്യൽ അപ്രന്റീസിനാണെങ്കിൽ അങ്ങനെ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ഡയറക്ട്ലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ നമുക്ക് മെഡിക്കൽ ടെസ്റ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് ലെവൽ 5 വരുമ്പോഴത്തേക്കും അതിൽ പോസ്റ്റ് ഗുഡ്സ് ഗാർഡിന് നമുക്ക് വേറെ സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനും ടെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സീനിയർ ടൈം കീപ്പറിനും സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് ഉള്ളത്. ഇനി ട്രാഫിക് അസിസ്റ്റന്റ് ആണെങ്കിൽ CBAT ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ട്രാഫിക് അസിസ്റ്റന്റ് ഉള്ളത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനാണെങ്കിൽ നമുക്ക് ഇവിടെ വേറെ സ്കിൽ ടെസ്റ്റ് ഒന്നുമില്ല, ഡയറക്ട്ലി DVയും പിന്നെ നമുക്ക് മെഡിക്കലും ആണ്. പിന്നെ ട്രെയിൻസ് ക്ലർക്കിനാണെങ്കിലും ഇല്ല. ഓക്കെ, ഇനി ജൂനിയർ ടൈം കീപ്പറിനാണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്, ടൈപ്പിംഗ് ഉണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനാണെങ്കിൽ ടൈപ്പിംഗ് ഉണ്ട്. ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് ടൈപ്പിംഗ് ഉണ്ട്. അപ്പം ടൈപ്പിസ്റ്റ് വരുന്നത്, അതുപോലെ ടൈം കീപ്പർ വരുന്നതിനൊക്കെയാണ് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത്. ബാക്കിയുള്ള ഏകദേശം 2 പോസ്റ്റുകൾക്ക് CBAT വരുന്നുണ്ട്. ബാക്കിയുള്ളത് ഏകദേശം പിന്നെ DVയിലോട്ടും മെഡിക്കൽ ഇതിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് വൈസ് വരുന്ന കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക.
CBT1 കോമൺ ആണ്. CBT2 ഓരോ ലെവലിന് ഓരോ പരീക്ഷയാണ് വരുന്നത്. ആ ലെവലിനകത്ത് വരുന്ന എല്ലാ പോസ്റ്റുകളും അതിനകത്ത് ഉണ്ടായിരിക്കും. ആ ഒരു പരീക്ഷ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യും. അപ്പോൾ ബാക്കി സ്കിൽ ടെസ്റ്റ് റിക്വയർമെന്റ്, പിന്നെ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും, പിന്നെ നമുക്ക് മെഡിക്കലുമാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരെ. നന്നായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിരുന്നാലും ഡെയിലി ക്വിസ് ആയിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൽവേ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേയുടെ ക്വിസ് കാര്യങ്ങളും കിട്ടും. ഇനി ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൈ കണ്ടന്റിലാണെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങൾ ഉണ്ടാവും. സ്റ്റോറിലാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇപ്പം വൈറ്റിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കണം, ആ ഒരു PDF കിട്ടണം എങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി സ്റ്റഡി മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽ, കറണ്ട് അഫയർ, ജോബ് അലേർട്ട്, ഡെയിലി ക്വിസ്, സബ്ജക്ട് വൈസ് ക്വിസ്, നോട്ട്സ്, ആർട്ടിക്കൽ, ഫ്രീ PDF ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. കറണ്ട് അഫയർ ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഡെയിലി ക്വിസ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഓരോ ദിവസത്തെയും ഡെയിലി ക്വിസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ട്രിപ്പിൾ X വാലിഡിറ്റി ഉണ്ട്. അതായത് നമുക്ക് മന്ത് എൻഡ് സെയിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കേരള മെഗാ പാക്ക് ആയിരുന്നാലും ഇൻഡിവിജ്വൽ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡബിൾ വാലിഡിറ്റി ഓഫർ വിത്ത് ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ്, അതുപോലെ 17% ഓഫ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ റെയിൽവേയുടെ ബാച്ച് നമുക്കിപ്പോൾ സ്റ്റോറിനകത്തുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ റെയിൽവേയുടെ തന്നെ കേരള മെഗാ പാക്ക് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള എല്ലാ കോഴ്സസും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇത് 6 മന്ത് വാലിഡിറ്റിയിലും 12 മന്ത് വാലിഡിറ്റിയിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇരട്ടിയിൽ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് RRB JEയുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് August 26-ന്. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. JEക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് 3 നമ്മൾ ലോഞ്ച് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ക്ലാസ്. അതിൽ 200 അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സും 208 ടെസ്റ്റ് സീരീസുകളും 11 e-ബുക്കുകളും ഉണ്ട്. റിയൽ പ്രൈസ് 2352 ആണ്. അപ്പോൾ ബൈ നൗ കൊടുക്കുക. Y340 അതായത് Y340 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1952 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ ബാച്ച് 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇനി വരാൻ പോകുന്ന എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ നമുക്ക് കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിനുമുണ്ട്. RRB SSCക്കുള്ള കറണ്ട് അഫെയർ ബാച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് Y340 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 999 നിന്നും കുറച്ചുകൂടെ റിഡക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഗണിതതന്ത്രം ബാച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മാത്സിൻ്റെയും മെന്റലബിലിറ്റി ഒക്കെ ബാക്കിലോട്ടാണെങ്കിൽ അത് കവർ ചെയ്യുന്ന 100 അവേഴ്സിന് ഒരു ക്ലാസ് നമ്മൾ ഗണിതതന്ത്രം ബാച്ച് നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? September 7th സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും താങ്ക് യു, ബൈ.